ഹായ്, ഞാൻ ഔഫൽ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റയറായിട്ട് മാത്രം പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് റീൽ വീഡിയോസ് ഞാൻ ഇതുവരെയും പോസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഇടയ്ക്കൊന്ന് ഇട്ടിരുന്നു, പിന്നെ അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. അത്ര കോൺഫിഡൻസ് ഒന്നും എനിക്ക് ഇടാൻ ഇല്ല. പിന്നെ ഈ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളിപ്പോൾ ലാസ്റ്റ് കുറേ നാളായിട്ട് ഈ പലസ്തീനെതിരെയുള്ള വംശഹത്യകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് എന്നെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഒരുപാട് ക്യാമ്പയിനുകൾ നടന്നു. ഇസ്രായേലിനെതിരെയുള്ള ഈ ഉപരോധം വേണ്ടിയുള്ള ക്യാമ്പയിനുകൾ നടന്നു. ഒരുപാട് ഉണ്ടെന്നായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ലാസ്റ്റ് 3 ദിവസങ്ങളായിട്ട് സുഡാനിലാണ് ഇത്ര അക്രമം നടക്കുന്നത്. അക്രമം വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരെ അവിടെ ഒരു തീവ്രവാദ സംഘടന എന്ന് ഞാൻ പറയത്തുള്ളൂ. അവിടെ അവർ പറയുന്നതാണ് RIF, റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്നൊക്കെ അവർ പറയും, പാരാമിലിറ്ററി ആണെന്നൊക്കെ. പക്ഷേ ഞാൻ പറയുന്നത് തീവ്രവാദിയാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നു അത് അവർ കൊല്ലുന്ന ക്രിസ്ത്യാനികളെയാണ്. അപ്പം മുസ്ലിംസ് ആരും മിണ്ടുന്നില്ല. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊരു മുസ്ലിമാണ്. ഞാൻ ലാസ്റ്റ് ഇപ്പം എന്നാണ് ഇത് തുടങ്ങിയത് അന്ന് മുതൽ കിട്ടുന്ന വീഡിയോസിൽ മുഴുവൻ ഞാൻ റീപോസ്റ്റ് ചെയ്ത ഒരാളാണ്. എൻ്റെ അക്കൗണ്ട് ഇപ്പം പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം കുറേ ആൾക്കാർ പറയുന്നത് മതപരമായിട്ടുള്ള കൊലപാതകമാണ്. ഞാൻ വിശ്വസിക്കുന്നതും കൊല്ലപ്പെടുന്നവർ വിശ്വസിക്കുന്നതും കൊല്ലുന്നവർ വിശ്വസിക്കുന്നതും ഒരു മതത്തിലാണ്. അത് മാത്രമല്ല, ഇതിനെ ഫണ്ട് ചെയ്യുന്ന ആ യഹൂദി എമിറേറ്റ്സ് എന്ന് പറയപ്പെടുന്ന ആ രാജ്യവും, അങ്ങനെ മാത്രമേ ഞാൻ പറയുന്നത് തൽക്കാലം, ആ രാജ്യവും വിശ്വസിക്കുന്നത് ഇതേ മതത്തിലാണെന്നാണ് അവർ പറയുന്നത്. ഇവിടെ കൊല്ലുന്നത് ഒരു മതത്തിന് വേണ്ടിയിട്ടല്ല. സുഡാനിൽ കിട്ടിയുള്ള അവരുടെ നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള സ്വർണത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് US നിന്നും UK നിന്നും ഈ രാജ്യം വാങ്ങിക്കുന്ന ആയുധങ്ങൾ അവിടുന്ന് അടുത്ത രാജ്യങ്ങളിൽ നിന്നായിട്ട് കിട്ടിയ UN റിപ്പോർട്ടുകളുണ്ട്, ഒരുപാട് ന്യൂസുകളുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കാരണം UAE ജോലി ചെയ്യുന്നൊരു ആ കാരണം കൊണ്ടായിരിക്കും സപ്പോർട്ട് ചെയ്തില്ലായിരിക്കും. പക്ഷെ അവിടെ ജോലി പോകുന്നോ അന്യമാരുള്ള കുരുക്കളുണ്ടാകുന്നു. പക്ഷെ എന്നിട്ട് എൻ്റെ മനസ്സാക്ഷി കൊണ്ട് എനിക്ക് തോന്നുന്നില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം മരണപ്പെടുന്നവൻ്റെ അല്ലെങ്കിൽ കൊല്ലുന്നവൻ്റെയും ജാതിയും മതം നോക്കിയിട്ടല്ലല്ലോ നമ്മൾ ഒരാൾക്കാണ് സംസാരിക്കുന്നത്. അവിടെ മരിക്കുന്നത് മനുഷ്യരാണ്, നമ്മൾ മനുഷ്യരാണ്. പലസ്തീനിൽ മരിച്ചത് മനുഷ്യരാണ്. അവിടെ മരിച്ചപ്പോൾ അട്ടഹസിച്ചവരും ഇവിടെ രാഷ്ട്രീയം മുതൽ ശ്രമിക്കുമായിരിക്കും. പക്ഷെ നമുക്കങ്ങനെ പറ്റത്തില്ല. ഫ്രീ സുഡാൻ.